നമുക്ക് കഴുകാൻ വേണ്ടിയിട്ടേ കുറച്ച് ഉപ്പും ഞാനാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. ഇത് നല്ലപോലെ നമുക്ക് പെരട്ടി തേച്ചെടുക്കാം. ഞാൻ ചെകിലയൊക്കെ കളഞ്ഞു കേട്ടോ. ചെകില എന്നല്ല എല്ലായിടത്തും പറയുക. സൗണ്ട് അപ്പുറത്ത് ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മീൻ എടുക്കുമ്പോൾ തന്നെ രണ്ടെണ്ണം അവിടെ റെഡി ആയിരിക്കുന്നുണ്ടോ. അവിടെ കൊമ്പ് കോർത്ത് നിൽക്കുകയാണ്. ആര് വേണമെങ്കിലും ജയിക്കാം. എൻ്റെ അമ്മ, ഈ പൂച്ച ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. പട്ടിയെ പോലെയല്ല. എത്ര പോകുമെന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെ നിൽക്കും. ഇതിൽ ആര് ജയിക്കും? വാ, എന്നാൽ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. നമുക്ക് ഫിഷ് നമ്മൾ സോസ് വെച്ച് ചെയ്യില്ലേ, അതിന് നമ്മളൊരു 3-4 നാരകത്തിൻ്റെ ഇല ഉള്ളിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഫിഷ് അതിന് മുകളിൽ അറിയാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കമ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി വേണം കേട്ടോ. നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാനുള്ള ചില്ലി സോസാണ് എടുക്കുന്നത്, റെഡ് ചില്ലി സോസ്. നിങ്ങൾക്ക് ഫിഷിന് സോസ് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കൊറിയാൻഡർ ലീവ്സ് അങ്ങനെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. 1.5 ടീസ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് സാദാ വെള്ളം, ഇത് ഞാൻ മിനറൽ വാട്ടർ എടുത്തേക്കണേ. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. നമുക്കിനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതിൽ. അങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. ഫ്രഷ് ക്രീമി നമുക്ക് സോസ് ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ഇത് 4 ചെറിയ ക്യൂബ്സ് ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ഒരു നാരങ്ങയുടെ നീര്, അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസ് ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയോ ഇട്ടാൽ മതി. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ഇടാം കേട്ടോ വെളുത്തുള്ളി കേട്ടോ. അത് നല്ലപോലെ അരച്ച് തന്നെ ചേർക്കണേ, അല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. ഉള്ളി കുറച്ചൊന്ന് വേണ്ട, ഒരു പിങ്കിഷ് ഇതാവണം കേട്ടോ. ഇത് ഇനി നമുക്ക് ഫ്രഷ് ക്രീം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതായിട്ടുണ്ട്, തിളപ്പിക്കൊന്നും വേണ്ട, ഇത്രയും മതി കേട്ടോ. നമ്മുടെ ഫിഷ് അങ്ങനെ റെഡിയായി. നമുക്കിനി സെറ്റ് ചെയ്യാം കേട്ടോ. നല്ല വെന്തിട്ടുണ്ട്. ക്രീം വെച്ചിട്ട് സെറ്റ് ചെയ്യാം ഫസ്റ്റ്. കുറച്ചൊരു ചില്ലി സോസ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു സന്തോഷത്തിന്. നമ്മുടെ ഫിഷ് സോസ്, ഫിഷ് സ്റ്റോക്ക് കണ്ടോ, നമുക്ക് ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഇന്നത്തെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫിഷ് എടുക്കാം, എന്നിട്ട് നമുക്ക് ഒഴിക്കാം. അതൊക്കെ നല്ലത്. നമ്മുടെ സോസിൻ്റെ കൂടെ ഒഴിച്ചാലും മതി. നമുക്ക് ഫിഷിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സോസ് അങ്ങനെ ഫിഷ്, നമ്മുടെ തായ് ഫിഷ്
എന്താ സ്റ്റീംഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. 2 റെസിപ്പിയാണ് ഒരു വീഡിയോയിൽ. അപ്പം ഫസ്റ്റ് നമുക്ക് നിധിക്കുട്ടൻ ബാക്കിൽ നിന്ന് തന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ എന്താ പറയുക ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഫിഷ് സ്റ്റോക്കൊക്കെ ഒഴിച്ച അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഇതിൽ ക്രീം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ടേസ്റ്റ് അല്ലേ വരുള്ളൂ. എവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കട്ടാ? വാവ്, അടിപൊളി നിൽക്കട്ടാ. ഇതൊക്കെ കാണുന്നുണ്ടോ ഇപ്പം? നമുക്കിനി സോസിൽ കുറച്ച് നോക്കാം. കഴിക്കട്ടെ? വിത്ത് ഓൾ യുവർ പെർമിഷൻ. സൂപ്പർ. ശരിക്കും ഇതില്ല ഇതിങ്ങനെ ഇതിൻ്റെ കൂടി ഇങ്ങനെ കുടിക്കണം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റോ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് സ്റ്റീം ചെയ്യാൻ വെക്കില്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒരല്പം എന്താ പറയുക നാരങ്ങ നീരും കൂടെ ചേർത്തൊക്കെ. നമ്മൾ കുറച്ച് ഫ്ലേവേർഡാണല്ലോ നമ്മൾ കഴിക്കുന്നത്, അതുകൊണ്ട്. അല്ലെങ്കിൽ ഇതാണ് കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. നമുക്ക് അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫ്രഷ് ക്രീം. ഇതിന് ഒബ്വിയസ് ആയിട്ടൊരു ക്രീമിൻ്റെ ടേസ്റ്റ് വരുമല്ലോ. ഫിഷിൻ്റെ ടേസ്റ്റ് അതേപടി കിട്ടുന്ന നമുക്ക് അതിൻ്റെതാണ്. കാരണം ഫിഷ് സ്റ്റോക്ക് കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ക്രീമിൻ്റെ ടേസ്റ്റും പിന്നെ എന്താ പറയുക ബട്ടർ അങ്ങനെ പോണം. ഇതും നല്ല ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് ക്രീം എടുക്കാം. വെറുതെ ഒഴിച്ചതായി ഇത് വെറുതെ ചില്ലി സോസ്. അത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതെനിക്ക് കാരണം ഇതിന് ഫ്രഷ് ക്രീമിന് ചെറിയൊരു എന്താ പറയുക ഉപ്പും അതൊക്കെ വരാറുണ്ട്. അപ്പം ഇതും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഓവർ ഇതാവും. അത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. വെറുതെ ഒരു കളർഫുൾ ആവാൻ വേണ്ടി ഒഴിച്ചതാണ്. രണ്ട് സൂപ്പർ. പക്ഷെ എൻ്റെ പേഴ്സണൽ ചോയ്സ് കുറച്ചുകൂടെ പോയത് ഇതിനാണ്. കാരണം ആ മീനിൻ്റെ ടേസ്റ്റ് പിന്നെ എന്താ പറയുക ആ ഒരു ഫിഷ് സ്റ്റോക്കിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വന്നിട്ട് നല്ലതാണ്. അപ്പം ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത് ട്രൈ ചെയ്ത് നോക്കണം. തായ് റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, നിങ്ങളുടെ ഒരു എന്താ പ്രോത്സാഹനമാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനമാകുന്നത്. അങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ.